മലയാള ചലച്ചിത്ര പ്രേക്ഷകർക്ക് ഏറെ ശ്രദ്ധേയമായ ഒരു മുഖമാണ് നടൻ സുബീഷിൻ്റേത്. ഏറ്റവും അവസാനം ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന ചിത്രം നമുക്ക് ഇടയിലേക്ക് എത്തിയത് വലിയ ചർച്ച ചെയ്യപ്പെട്ടൊരു സിനിമയാണ്. പക്ഷേ സുബീഷ് ഇന്നിപ്പോൾ നമുക്കിപ്പോൾ ഉള്ളത് സിനിമയുടെ സക്സസ്സോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയാനല്ല. വളരെ വൈകാരികമായൊരു കുറിപ്പ് കഴിഞ്ഞ ദിവസം സുബീഷ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. വലിയ പ്രതിസന്ധി, സാമ്പത്തിക ബുദ്ധിമുട്ട്, ഒരു പക്ഷേ ആത്മഹത്യയിലേക്ക് പോകേണ്ട അല്ലെങ്കിൽ പോയി എന്ന് വരെ പറയാവുന്ന രീതിയിലേക്ക് സുബീഷ് എത്തിയിരുന്നു. സുബീഷ് ഇപ്പോൾ നമുക്കിപ്പം ചേരുകയാണ്. നിങ്ങളെ ഇതിനു മുമ്പ് പലതവണ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നമ്മൾ ആ പടം കഴിഞ്ഞ 2024 മാർച്ച് 8-നാണ് റിലീസ്. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ ആ പടത്തിൻ്റെ കൂടെ നിന്ന ഒരാളാണ്. അപ്പോൾ അതിനുശേഷം ആ സിനിമയുടെ പേര് കട്ട് ചെയ്തു, ഭാരതം എന്നുള്ളത് കട്ട് ചെയ്തു. അതിനുശേഷം നല്ല അഭിപ്രായത്തിൽ റിവ്യൂ ഉണ്ടായിരുന്നു. ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ 4 മാർക്ക് കൂടുതൽ, എല്ലാ റിവ്യൂസും നല്ല അഭിപ്രായം പറഞ്ഞു. പിന്നെ എന്നെപ്പോലത്തെ ഒരു സാധാരണ മനുഷ്യൻ നായകനായതുകൊണ്ട് അത് കച്ചവടമായില്ല. പിന്നെ ചില ആൾക്കാർക്ക് അതൊരു കച്ചവടമായിട്ടൊരു മെയിൻ സ്ട്രീം ഒരു OTT പ്ലാറ്റ്ഫോമിൽ വരരുന്നതിൽ വാശിയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ബോംബെയിൽ പോയി 6 മാസം 7 മാസം ഇരുന്ന് കുറേ ഏജൻറ്റുമാർക്ക് പൈസ കൊടുത്തു. അവിടെ നിന്ന് തീർന്നില്ല. പിന്നെ ചെന്നൈയിൽ പോയി. അങ്ങനെ എൻ്റെ ജീവിതം ഓട്ടത്തിലായിരുന്നു മൊത്തം. പിന്നെ അത് കടന്നെടുക്കാൻ വേണ്ടി ഞാൻ വേറെ പല പരിപാടികളെടുത്തു, പിന്നെ നേരായ വഴിയിൽ. പക്ഷേ അതൊന്നും നടന്നില്ല. എനിക്ക് ഭയങ്കര പേടിയാണ്. ആരെങ്കിലും വരുമ്പം ഞാൻ ഇവിടെ വിളിക്കും. ഇനി അതാണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ. അതാണ് കൂടുതൽ ഞാൻ ചോദിക്കുന്നില്ല. എനിക്ക് വളരെ അറിയാവുന്ന ഒരു ആൾ കൂടിയാണ്. ഇങ്ങനെ കണ്ടിട്ടില്ല. സുബീഷിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഒരുപാട് ചിരിപ്പിച്ച് ഒരുപാട് കഥാപാത്രങ്ങൾ, വളരെ സീരിയസ് ആയ കഥാപാത്രങ്ങളൊക്കെ ചെയ്ത ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ജീവിതത്തിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. സിനിമാ സംഘടനകൾ, സിനിമാ പ്രവർത്തകരൊക്കെ ഈ സങ്കടം കാണണം, ചേർത്ത് പിടിക്കണം. ഒരുപാട് പേര് വിളിച്ചു എന്ന് തോന്നുന്നു അല്ലേ? ഒരുപാട് ലിജോട്ടനൊക്കെ കുറേ ആൾക്കാർ വിളിച്ചു. ലിജോട്ടൻ, മഞ്ജു പത്തോസ്, കുറേ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, കുറേ അസോസിയേറ്റ് ഡയറക്ടേഴ്സ്, കുറേ ആൾക്കാർ വിളിച്ചു. സിനിമയിൽ നിന്ന് കുറേ ആൾക്കാർ വിളിച്ചു. വലിയ ആൾക്കാരൊന്നും വിളിച്ചിട്ടാ. പക്ഷേ ലിജോട്ടൻ വലിയ ആളാണ്. പിന്നെ അങ്ങനെ കുറേ ആൾക്കാർ വിളിച്ചു. എന്നാൽ നമ്മൾ തിരിച്ചു വരും. പിന്നെ ഡയറക്ടർ മുസ്തഫ ഇങ്ങനെ വരുമ്പോൾ മുസ്തഫ വിളിച്ച്, മുസ്തഫ പറഞ്ഞു നിങ്ങൾ തകരാൻ പാടില്ല, ഞാൻ ഇതിൻ്റെ അവസ്ഥയിലാണ് വരുന്നത്. അങ്ങനെ കപ്പയിലൊക്കെ ചെയ്ത് മുസ്തഫ. ഉറപ്പായും നമ്മൾ തിരിച്ചു വരും എന്നുള്ള ആത്മവിശ്വാസം നമുക്ക്. ഇതൊന്ന് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും കൂടി എൻ്റെ കൂടെ നിൽക്കണം. അത് ഒരു ക്യാമ്പയിൻ പോലെ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും അത് റെക്കോർഡ് ചരിത്രമായിരിക്കും. 1 മാസം കഴിയുമ്പോൾ നമ്മൾ ചിരിക്കും. അപ്പോൾ നിങ്ങൾ നമ്മളെ കൂടെ നിൽക്കണം. അതാണ് സുബീഷ് ഉറപ്പായും തിരിച്ചു വരുമെന്ന ആത്മവിശ്വാസത്തിലാണ്. അതിന് മലയാള സിനിമയുടെ പൊതുസമൂഹത്തിൻ്റെ ഒക്കെ പിന്തുണ ആവശ്യമുണ്ട്. അത് ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.